വിശദമായ വാർത്തകളിലേക്ക്. മുസ്ലിങ്ങൾക്കെതിരെ കേന്ദ്രമന്ത്രി കച്ചാരിയുടെ വിദ്വേഷ പ്രസംഗം രാജ്യസഭ ഇന്ന് ചർച്ചയ്ക്കെടുക്കും. ചിദംബരത്തിന്റെ മകനെതിരായ അന്വേഷണം ആവശ്യപ്പെട്ട് AIDMK പാർലമെന്റിൽ ഇന്ന് പ്രതിഷേധം നടത്തും. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, എന്തൊക്കെ വിവരങ്ങൾ? ജിംഷാദ്, ഇപ്പോൾ ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ച പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ സംസാരിച്ചിരുന്നു. ഇതിന് മറുപടിയാണ് പ്രധാനമായും മോദി തന്റെ പ്രസംഗത്തിലുടനീളം ഉയർത്തുന്നത്. മുതിർന്നവരെ ബഹുമാനിക്കാനും മുതിർന്നവരുടെ വാക്കുകൾ കേൾക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ ചില വാക്കുകൾ തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ രാഹുൽ ഗാന്ധി കനത്ത തോതിൽ വിമർശിച്ചിരുന്നു. ചിലർ യന്ത്രസിംഹങ്ങളുടെ ചിത്രങ്ങളുമായി വന്ന തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്നും തൊഴിൽ നൽകുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന് നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇത്തരം ചില ആശയങ്ങളെ അംഗീകരിക്കുക തന്നെ വേണം, അതിനെ ഒരിക്കലും പരിഹസിക്കരുത് എന്നും പറയുകയുണ്ടായി. രാജ്യം വലിയൊരു ക്രൈസിസ് നേരിടുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിക്കുന്നു. പാർലമെന്റ് നിരന്തരമായി തടസ്സപ്പെടുന്നതിന് കാരണം പ്രതിപക്ഷത്തിന്റെ അപകർഷതാ ബോധം എന്നൊരു പ്രസ്താവനയും പരാമർശവും അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ടായി. ഇതിനിടയിൽ രാജ്യസഭ ഖത്താറിന്റെ പ്രസംഗത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് കടന്നു. പക്ഷേ ഇപ്പോൾ രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗം തുടരുന്നു. ശരി, സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് കേരള വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസ് എം പിളരുന്നു. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള ജോസഫ് വിഭാഗം നേതാക്കളാണ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് പുറത്തു പോകുന്നത്. അനുരഞ്ജന ശ്രമങ്ങൾ പാളിയതോടെ ജോസഫ് വിഭാഗം വിമതർ പാർട്ടി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അവസാനഘട്ട അനുനയ നീക്കവും പാളിയതോടെയാണ് PJ ജോസഫ് ഗ്രൂപ്പിലെ വിമതർ കേരള കോൺഗ്രസ് എം വിട്ട് പുറത്തുപോകാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. കേരള കോൺഗ്രസ് സ്ഥാപക നേതാവായ KM ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു, KC ജോസഫ് എന്നിവരുമായി മന്ത്രി PJ ജോസഫ് പലവട്ടം ചർച്ച നടത്തിയെങ്കിലും അത് ഫലം കണ്ടില്ല. ഫ്രാൻസിസ് ജോർജിന് കോതമംഗലത്ത് സീറ്റ് നൽകാമെന്നും അതോടൊപ്പം ആന്റണി രാജുവിനും സീറ്റ് ഉറപ്പാക്കാമെന്നും PJ ജോസഫ് നേതാക്കളെ അറിയിച്ചു. പക്ഷേ TU കുരുവിളയുടെ സീറ്റ് നൽകുന്ന കാര്യത്തിലെ വിശ്വാസ്യത ചോദ്യം ചെയ്ത ഫ്രാൻസിസ് ജോർജ് റബ്ബർ കർഷകരുടെ വിഷയത്തിൽ ഉൾപ്പെടെ പല കാര്യങ്ങളിലും കേരള കോൺഗ്രസ് എം സ്വീകരിച്ച നിലപാടിൽ അമർഷവും രേഖപ്പെടുത്തി. ബാർക്കോഴ കേസിൽ ആരോപണ വിധേയനായ മന്ത്രി KM മാണി രാജിവെച്ചപ്പോൾ കളങ്കിതൻ അല്ലാത്ത PJ ജോസഫ് ഒപ്പം രാജിവെക്കണമെന്ന KM മാണിയുടെ പ്രഖ്യാപനം നേരത്തെ തന്നെ PJ ജോസഫ് വിഭാഗത്തിൽ എതിർപ്പിന് കാരണമായിരുന്നു. KM മാണി കേരള കോൺഗ്രസ് എമ്മിനെ കുടുംബ പാർട്ടിയാക്കാൻ നടത്തുന്ന ശ്രമങ്ങളിലും PJ ജോസഫ് വിഭാഗം പ്രതിഷേധവുമായി പലതവണ രംഗത്തെത്തി. കഴിഞ്ഞ നിയമസഭാ സമ്മേളന സമയത്ത് PJ ജോസഫ് തന്നെ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടും പാർട്ടിയെ കുടുംബവൽക്കരിക്കാനുള്ള KM മാണിയുടെ നീക്കത്തിനുമെതിരെ KM മാണിയോട് തന്നെ തുറന്നടിച്ചു. റബ്ബർ വില തകർച്ചയുണ്ടായിട്ടും കർഷകർക്ക് വേണ്ടി പാർട്ടി ഒന്നും ചെയ്യാതെ മുതലാളിമാരെ സംരക്ഷിക്കാൻ പാർട്ടി ചെയർമാൻ KM മാണി ശ്രമിച്ചുവെന്നും ആരോപണമുയർന്നിരുന്നു. ഇതും PJ ജോസഫ് വിഭാഗത്തെ പിളർപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പ്രേരണയായി. പക്ഷേ ഇതിനിടെ KM മാണി PJ ജോസഫിനെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒപ്പം നിർത്തുകയായിരുന്നു. എന്നാൽ ഒരു തരത്തിലും മുന്നോട്ടു പോകാനാവില്ല എന്ന സാഹചര്യം വന്നപ്പോഴാണ് പാർട്ടി വിടാൻ ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള വിമതർ തീരുമാനിച്ചത്. അതേസമയം പുതിയ പാർട്ടി രൂപീകരിക്കുമോ ഇടതുമുന്നണിയുമായി സഹകരിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ അന്തിമ പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്നും അറിയുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UDF-ൽ വിലപേശി JDU 10 സീറ്റുകൾ വേണമെന്നാണ് JDU-വിൻ്റെ ആവശ്യം. മട്ടന്നൂർ, ഏലത്തൂർ, നേമം മണ്ഡലങ്ങൾ വേണ്ടെന്നാണ് പാർട്ടി തീരുമാനം. കായംകുളം, പൂഞ്ഞാർ, കോവളം എന്നീ മണ്ഡലങ്ങൾ ആവശ്യപ്പെടും. സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസുമായി JDU-വിൻ്റെ ഉഭയകക്ഷി ചർച്ച നാളെയാണ് നടക്കുക. LDF-ന് മൃഗീയ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ തങ്ങളുടെ തലയിൽ വെച്ച് കെട്ടേണ്ട എന്ന നിലപാടാണ് JDU നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച മട്ടന്നൂർ, ഏലത്തൂർ, നേമം മണ്ഡലങ്ങൾ മാറ്റിത്തരണമെന്ന് UDF നേതൃത്വത്തോട് ആവശ്യപ്പെടും. പകരം കായംകുളം, പൂഞ്ഞാർ, കോവളം സീറ്റുകളാണ് ആവശ്യപ്പെടുക. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരു സീറ്റും വേണം. സീറ്റുകളുടെ എണ്ണം 10 വർദ്ധിപ്പിക്കണമെന്നും നാളെ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ JDU നേതാക്കൾ ആവശ്യപ്പെടും. കഴിഞ്ഞ തവണ 6 സീറ്റുകളിലാണ് JDU മത്സരിച്ചത്. KP മോഹനൻ കൂത്തുപറമ്പിലും MP ശ്രേയാംസ് കുമാർ കൽപ്പറ്റയിലും വീണ്ടും മത്സരിക്കും. കായംകുളം സീറ്റ് ലഭിക്കുകയാണെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷേഖ് പി ഹാരിസിനെ മത്സരിപ്പിക്കാനാണ് തീരുമാനം. കായംകുളം ലഭിച്ചില്ലെങ്കിൽ വടകരയിൽ ഷേഖ് പി ഹാരിസിനെ പരിഗണിക്കണമെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ വടകരയിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് മത്സരരംഗത്തുണ്ടാകില്ലെന്നാണ് സൂചന. നാളെ രാവിലെ കോഴിക്കോട്ട് MP വീരേന്ദ്രകുമാറിന്റെ വസതിയിലാണ് ഉഭയകക്ഷി ചർച്ച നടക്കുക. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് VM സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും.
PV കുട്ടൻ, കോഴിക്കോട്. ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം മലപ്പുറത്ത് പുരോഗമിക്കുകയാണ്. ലീഗ് 2 മണ്ഡലങ്ങൾ അധികമായി ആവശ്യപ്പെടും. തെക്കൻ കേരളത്തിൽ 2 മണ്ഡലങ്ങൾ കൂടി വേണമെന്നാണ് ലീഗിന്റെ ഇപ്പോഴത്തെ ആവശ്യം. നിലവിൽ 24 മണ്ഡലങ്ങളാണ് ലീഗ് മത്സരിക്കുന്നത്. ആവശ്യങ്ങളുമായി ലീഗ് പരാജയപ്പെട്ട ഇരവിപുരം, ഗുരുവായൂർ, നാദാപുരം, കുന്നമംഗലം സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യവും കോൺഗ്രസുമായി ചർച്ച നടത്തിയ ശേഷം തീരുമാനിക്കുമെന്നാണ് ലീഗിന്റെ നിലപാട്. അബ്ദുസ്സമദ് സമദാനി മത്സരിക്കില്ല എന്ന വാർത്ത കൂടി ഉന്നതാധികാര സമിതി യോഗത്തിൽ നിന്നും ഉണ്ട്. വാർത്തകളിലേക്ക്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിൽ കോൺഗ്രസിനുള്ളിൽ ചേരിപ്പോര് തുടങ്ങി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടിന് മുകളിൽ പരാജയപ്പെട്ടവരെ ഇത്തവണ മത്സരിപ്പിക്കേണ്ട എന്ന് കാട്ടി ഒരു വിഭാഗം നേതാക്കൾ KPCCക്ക് പരാതി നൽകി. ഇത്തരത്തിൽ DCC പ്രസിഡന്റ് അടക്കം 4 പേരാണ് മത്സരരംഗത്തുള്ളത്. ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന്റെ 35-അംഗ പുതിയ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നതോടെ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികൾക്കിടയിൽ പ്രതിഷേധം ശക്തമാകുന്നു. കോൺഗ്രസ് നേതാക്കളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇത്തവണ മത്സരിപ്പിക്കാൻ പാടില്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ DCC പ്രസിഡന്റ് A. ഷുക്കൂറിനും ജോൺസൺ എബ്രഹാമിനും M. ലിജുവിനും അഡ്വക്കേറ്റ് PJ മാത്യുവിനും ഇത്തവണ മത്സരിക്കാൻ കഴിയില്ല. സംസ്ഥാനത്ത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ മാത്രം മത്സരിച്ചാൽ മതിയെന്നാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥികൾക്ക് വിജയപാത ഒരുക്കിയ ഇവരെ മാറ്റി നിർത്തേണ്ടി വരും. ഇത് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തിന് കത്ത് നൽകി കഴിഞ്ഞു. ജില്ലയിലെ 9 മണ്ഡലത്തിൽ 6 മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തിരയുന്നത്. ഇതിൽ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയും ചെങ്ങന്നൂരിൽ PC വിഷ്ണുനാഥിൻ്റെയും സിറ്റിംഗ് സീറ്റുകളാണ്. കുട്ടനാടാകട്ടെ KM മാണിയുടെ സീറ്റും. അങ്ങനെ വരുമ്പോൾ 35-ൽ 6 പേർക്ക് മാത്രമാവും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ കഴിയുക. മാവേലിക്കര സംഭരണ മണ്ഡലത്തിൽ JSS നേതാവായ KK ഷാജു ആണ് മത്സരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് വാദം. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റിയ യോഗ്യരായ സ്ഥാനാർത്ഥികൾ ഷാജു എല്ലാ കാലത്തും UDF-നകത്ത് കോൺഗ്രസ് ഒരു ലൈസന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഒരു സീറ്റ് കൂടി നഷ്ടമാകും. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് മുൻതൂക്കമുള്ള ആലപ്പുഴ ജില്ലയിൽ I ഗ്രൂപ്പിന്റെ നേതാക്കൾ തന്നെയാവും കൂടുതലായി ഇത്തവണയും മത്സരരംഗത്തുണ്ടാകുക. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളെ അംഗീകരിക്കില്ലെന്ന് കൊല്ലം DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ. കൊല്ലം സ്വദേശികളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് തന്റെ നിലപാടെന്നും എഴുകോൺ സത്യശീലൻ വ്യക്തമാക്കി. അതേസമയം പത്തനാപുരത്ത് പുറത്തുനിന്നുള്ളവരെ വേണ്ടെന്നും ഇരവിപുരത്ത് RSPക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ലീഗിനെ കിട്ടില്ലെന്നും ഉള്ള മുന്നറിയിപ്പുമായി ജില്ലയിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കാൻ ലക്ഷ്യമിടുന്ന 8 മണ്ഡലങ്ങളിലും കൊല്ലം സ്വദേശികളെ മത്സരിപ്പിക്കണമെന്ന നിലപാടിലുറച്ച കൊല്ലം DCC നേതൃത്വം പുറമെ നിന്നുള്ളവരെ കെട്ടിയിറക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കില്ലെന്നും DCC അധ്യക്ഷൻ എഴുകോൺ സത്യശീലൻ മുന്നറിയിപ്പ് നൽകി. 8 സീറ്റ് കോൺഗ്രസിന് തന്നെ നിലനിർത്താനും അത് ജില്ലയിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ കൊണ്ട് തന്നെ മത്സരിപ്പിക്കാനും കഴിയണം എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പുറത്തുനിന്നുള്ള കോൺഗ്രസിലും പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികൾ ഇറക്കം കൊണ്ടുവരാതെ ഇവിടെയുള്ളവരെ തന്നെ സെലക്ട് ചെയ്തു പോകണമെന്നും ശക്തമായ അഭിപ്രായം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനുണ്ട്. മുമ്പ് ജില്ലയിൽ നിന്ന് അയൽ ജില്ലയിലേക്ക് താമസം മാറ്റിയവരും സിനിമാ രംഗത്തുള്ളവരെയും സ്ഥാനാർത്ഥിയായി വേണ്ടെന്നാണ് തങ്ങളുടെ നിലപാടെന്നും എഴുകോൺ സത്യശീലൻ വ്യക്തമാക്കി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്ത കനയ്യകുമാർ ഇന്ന് ജയിൽ മോചിതനാകും. മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി കനയ്യയെ ഇന്ന് മോചിപ്പിക്കും. കനയ്യയെ സ്വീകരിക്കാൻ JNU വിദ്യാർത്ഥികൾ ആവേശത്തിലാണ്. ലഷ്കർ ബന്ധം ആരോപിച്ച് ഗുജറാത്തിൽ വെടിവെച്ചു കൊന്ന ഇസ്രത് ജഹാൻ തീവ്രവാദിയല്ലെന്ന് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന IPS ഓഫീസർ സതീഷ് വർമ്മ. ഇസ്രത്തിനെ അന്യായമായി തടങ്കലിൽ വെച്ച് പിന്നീട് വെടിവെച്ചു കൊല്ലുകയാണെന്നും സതീഷ് വർമ്മ പറഞ്ഞു. That this was a controlled operation of the IB, where some people came here, they were caught, they were clubbed with Javed and Ishrat and killed in cold blood. Now this may be a brilliant operation, one. But then, this is also a fake encounter. So both are true. It was a brilliant operation. The evidence in the investigation, and it is part of the report of the SIT and also of the report submitted by the CBI to the Honorable High Court of Gujarat. And it says this, that after very laborious investigation on the subject, there is no material to indicate that Ishrat could have been
a Lashkar-e-Toiba operative, much less a suicide bomber or a fidaid. ക്ലിഫ് ഹൗസ് ഉപരോധത്തിനെതിരെ രംഗത്തെത്തിയ സന്ധ്യയ്ക്ക് രഹസ്യ നിയമനം. സർക്കാരിൻ്റെ പ്രത്യുപകാരമാണ് സന്ധ്യയ്ക്ക് വഴിവിട്ട നിയമനം നൽകുന്നത്. സ്പോർട്സ് കൗൺസിലിൽ അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലാണ് സന്ധ്യയ്ക്ക് രഹസ്യ നിയമനം നടക്കുന്നത്. സോളാർ തട്ടിപ്പിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് LDF നടത്തിയ ക്ലിഫ് ഹൗസ് ഉപരോധ സമരത്തിനെതിരെ ഉറഞ്ഞുതുള്ളിയ സന്ധ്യയ്ക്കും ഒടുവിൽ സർക്കാരിന്റെ പ്രത്യുപകാരം. സോളാറിൽ പ്രതിരോധത്തിലായിരിക്കെ സർക്കാരിന് തെല്ല് ആശ്വാസമായി രംഗത്തെത്തിയ കോൺഗ്രസ് പ്രവർത്തക സന്ധ്യയ്ക്ക് അനധികൃത നിയമനം നൽകിയാണ് സർക്കാർ ഉപകാരസ്മരണ പ്രകടിപ്പിച്ചത്. കായിക രംഗവുമായി ഒരു ബന്ധവുമില്ലാത്ത സന്ധ്യയ്ക്ക് സ്പോർട്സ് കൗൺസിലിലാണ് രഹസ്യ നിയമനം നൽകിയത്. സ്ഥിരപ്പെടുത്താമെന്ന ഉറപ്പിൽ ശംഖുമുഖം ഇൻഡോർ സ്റ്റേഡിയത്തിൽ അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലാണ് നിയമനം. പൊതുവിജ്ഞാപനം പുറപ്പെടുവിക്കാതെയും മാധ്യമങ്ങളിൽ പരസ്യം നൽകാതെയുമാണ് സ്പോർട്സ് കൗൺസിൽ നിയമന നടപടികൾ പൂർത്തിയാക്കിയത്. വാക്കിൻ ഇന്റർവ്യൂ നടത്തിയിരുന്നുവെന്നാണ് ഇത് സംബന്ധിച്ച സ്പോർട്സ് കൗൺസിൽ അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ മുഖ്യമന്ത്രിയുടെയും കായിക വകുപ്പ് മന്ത്രിയുടെയും പ്രത്യേക നിർദ്ദേശമനുസരിച്ചാണ് അനധികൃത നിയമനമെന്നാണ് വിവരം. ഭരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സർക്കാരിനെ സഹായിച്ചവർക്കെല്ലാം സർക്കാർ പ്രത്യുപകാരം ചെയ്യുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സന്ധ്യയുടെ വഴിവിട്ട നിയമനവും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് നരേന്ദ്രമോദി. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, എന്തൊക്കെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്? കേരളത്തെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നോ? വാർത്തകളിലേക്ക്. ക്യാൻസർ രോഗികൾക്ക് പ്രതീക്ഷയുടെ വാക്സിൻ. ചികിത്സാ രംഗത്ത് വിപ്ലവകരമായേക്കാവുന്ന ട്യൂമർ നശീകരണ വാക്സിൻ ആദ്യമായി മനുഷ്യനിൽ പരീക്ഷിച്ചു. ബ്രിട്ടനിൽ 35-കാരി കെല്ലി പോർട്ടറിലായിരുന്നു പരീക്ഷണം. ലോകത്താദ്യമായി ട്യൂമർ നശീകരണ വാക്സിൻ മനുഷ്യനിൽ പരീക്ഷിച്ചു. 35 വയസ്സുള്ള ബ്രിട്ടീഷുകാരി കെല്ലി പോർട്ടറിലാണ് ആദ്യ പരീക്ഷണം നടത്തിയത്. അർബുദ രോഗ ചികിത്സാ രംഗത്തു തന്നെ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ ഈ വാക്സിന് സാധിക്കും. വലിയ ഡോസിൽ കീമോതെറാപ്പി നടത്തി അർബുദ കോശങ്ങളെ ഒറ്റയടിക്ക് നശിപ്പിക്കുന്നതിനു പകരം ചെറിയ തോതിൽ മരുന്ന് പ്രയോഗിച്ച് അർബുദത്തെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലാണ് വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. 1.5 നൂറ്റാണ്ട് മുമ്പ് ചാൾസ് ഡാർവിൻ ആവിഷ്കരിച്ച പരിണാമ സിദ്ധാന്തത്തിൽ നിന്നുള്ള ആശയമാണ് പുതിയ ചികിത്സയ്ക്കുള്ള ഉപാധിയായി മാറിയത്. നിലവിലുള്ള ക്യാൻസർ ചികിത്സയിൽ അർബുദ കോശങ്ങളെ ഒറ്റയടിക്ക് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു ട്യൂമറിൽ വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. ചില കോശങ്ങൾ കീമോതെറാപ്പി മരുന്നിനെതിരെ മറ്റുള്ളവയേക്കാൾ പ്രതിരോധശേഷി കൂടിയവയാണ്. കീമോതെറാപ്പി തീവ്രമായി ഉപയോഗിക്കുമ്പോൾ പ്രതിരോധശേഷി കുറഞ്ഞ കോശങ്ങൾ നശിക്കും. ഔഷധപ്രയോഗം നിലയ്ക്കുമ്പോൾ പ്രതിരോധശേഷി കൂടിയവ വളരെ വേഗം വീണ്ടും വരാനും സാധ്യതയുണ്ട്. അത്തരത്തിൽ വീണ്ടും പെരുകുന്ന കോശങ്ങളെ നിയന്ത്രിക്കാനാണ് ഈ വാക്സിൻ. പ്രമേഹവും കൊളസ്ട്രോളും പോലെ പരമ്പരാഗത രീതിയിൽ ട്യൂമറിനെയും നിയന്ത്രിക്കാനുള്ള സാധ്യതയാണ് ഈ പഠനം മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. രാഗഭാവങ്ങളുടെ മധുര സംഗീതം പകർന്ന രവീന്ദ്രൻ മാസ്റ്റർ യാത്രയായിട്ട് ഇന്നേക്ക് 11 വർഷം. ആത്മാവിൽ അമൃത് പകരുന്ന അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ചാണ് രവീന്ദ്രൻ മാസ്റ്റർ വിട പറഞ്ഞത്. തൻ്റെ എല്ലാ ഗാനങ്ങളും ഏവരുടെയും ഇഷ്ടഗാനങ്ങളായി അറിയപ്പെടാനായിരുന്നു ആ മനസ്സ് കൊതിച്ചത്. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ നിന്ന് ഭാഗ്യാനുഷികളുടെ സ്വപ്ന നഗരിയായ മദുരാശിയിലേക്കുള്ള ദൂരം സംഗീതത്തിൻ്റെ രാഗവിസ്താരങ്ങളാൽ അളന്നു തീർക്കുകയായിരുന്നു രവീന്ദ്രൻ. തിരസ്കാരത്തിൻ്റെ ആദ്യകാല ജീവിതം പകർന്ന അനുഭവ പാഠങ്ങളിലായിരുന്നു ആ ഈണങ്ങൾ ശ്രുതി മീട്ടിയത്. യേശുദാസ് എന്ന ശബ്ദ സൗന്ദര്യത്തിന്റെ ആലാപനത്തിന്റെ അപാരതകളിലേക്ക് മലയാളി സ്വയം മറന്നിറങ്ങിച്ചെന്നത് രവീന്ദ്രന്റെ ഈണങ്ങളിലൂടെയായിരുന്നു. നീലമേഘം നെഞ്ചിലേറ്റിയ ഒരു തലമുറ സംഗീത സാന്ദ്രമാക്കിയ മലയാള ഗാനശാഖയെ
മാധുര്യം തെല്ലും ചോരാതെ കാലസോപാനങ്ങളിലൂടെ കൈപിടിച്ചു നടത്തുകയായിരുന്നു അദ്ദേഹം. വൈവിധ്യമാർന്ന ഈണങ്ങളുടെ വെൺചാമരം വീശിയെത്തിയ അനശ്വര ഗാനങ്ങൾ. ഒടുവിൽ എല്ലാം ഇന്നലകളുടെ മധുരസ്മരണകളായി നമുക്കോർമ്മിക്കാൻ ബാക്കി വെച്ച് രവീന്ദ്രൻ മാസ്റ്റർ യാത്രയാണ്. എങ്കിലും പിരിയാതെ ഓരോ നിമിഷവും നമ്മോട് ചേർന്ന് നിൽക്കുന്നു ആ മനുഷ്യൻ സൃഷ്ടിച്ച 1000 ഗാനങ്ങൾ. പകൽ വർഷരാത്രി തന്നിഴി തുടച്ചു പിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു, പിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു. കൾച്ചറൽ ഡെസ്ക്.